പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മാസം ചാരുജി മഹാരാജിൻ്റെ ബർത്ത്ഡേ നമ്മുടെ മിഷൻ ആഘോഷമായിട്ട് കൊണ്ടാടുകയുണ്ടായി. ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ ദാജി മഹാരാജ് അദ്ദേഹം ഒരു സന്ദേശം തരികയുണ്ടായി ലോകത്തിലുള്ള എല്ലാ അഭ്യാസികൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ആഴത്തിലുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ന് നമ്മളത് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹെഡിങ് വ്യക്തി സമന്വയത്തിലൂടെ ദിവ്യത്വവുമായി സമന്വയം. ദിവ്യത്വവുമായിട്ടുള്ള സമന്വയം, ലയാവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യപ്രാപ്തിയായിട്ട് ഹാർട്ട്ഫുൾനെസ്സിലെടുത്തിട്ടുള്ളത്. അതിൻ്റെ തുടക്കം വ്യക്തി സമന്വയത്തിലാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ തലവാചകം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ അഗാധമായ അർത്ഥങ്ങളുള്ള ആധ്യാത്മികതയുടെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന വാസ്തവത്തിൽ ഒരു അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. ഇപ്പോൾ ബാബുജി മഹാരാജ്, അതുപോലെ ശ്രീബുദ്ധൻ, അതുപോലെ മറ്റൊരു തത്വചിന്തകനായിട്ടുള്ള ജെയിംസ് അലൻ, ഈ മൂന്ന് മഹത് വ്യക്തികളുടെ അവർ ചില പ്രധാനപ്പെട്ട സൂക്തങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ആദ്യം തന്നെ ബാബുജി മഹാരാജിൻ്റെയാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അപാരമായ ശക്തിയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ആ ശക്തി നമുക്ക് യഥാർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മളുടെ ആന്തരികമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും സമന്വയത്തിലാവുകയും അത് ദിവ്യത്വവുമായിട്ട് സമന്വയത്വം ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിന്തകളെ യഥാർത്ഥത്തിൽ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ബാബുജി മഹാരാജ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വയം വ്യക്തി പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് ആ വ്യക്തി ഉണ്ടാക്കി വെച്ച സൃഷ്ടികളെയൊക്കെ നശിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ സൃഷ്ടിയെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഈശ്വരൻ്റെ സൃഷ്ടി മാത്രമല്ല, അദ്ദേഹത്തിനെ കൂടി നമുക്ക് യഥാർത്ഥ രീതിയിൽ ദർശിക്കാൻ കഴിയുന്നത് നമ്മുടെ സൃഷ്ടികളെ സ്വയം പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് നശിപ്പിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഡിസ്ട്രോയ് ഓൾ യുവർ ക്രിയേഷൻസ് ആണ്, then you will be able to see the creator. ഇത് ധർമ്മത്തിൻ്റെ ഉദാത്തമായ അവസ്ഥയാണത്. ഇപ്പോൾ നമ്മുടെ മഹാഭാരതമൊക്കെ ശ്രദ്ധിച്ചാൽ ധർമ്മസങ്കല്പത്തെക്കുറിച്ച് ഏറ്റവും മഹത്തായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം, ഭഗവത്ഗീത ഒക്കെ. അപ്പം അതിൽ യഥാർത്ഥ ധർമ്മത്തിനെ കുറിച്ച് പറയുന്ന 4 ലെവലിലാണ്. അതായത് വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ. ഈ 4 ലെവലിലും ഒരേപോലെ സമന്വയം ഉണ്ടാകുമ്പോഴാണ് ധർമ്മത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള ഭാവം ഉണ്ടാവുന്നത്. ധർമ്മം എന്ന് വെച്ചാൽ അവിടെ നിലനിൽപ്പ് എന്നർത്ഥം. നമ്മളെ ധരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മെ നിലനിർത്തുന്നത് അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ധർമ്മം ഈ 4 ലെവലിലും സമന്വയമാണ്. അവിടെ പറയണതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ആലോചിക്കുക, എന്നെ നിലനിർത്തുന്നത് എന്താണ്, ഞാൻ എന്തിനെയൊക്കെ നിലനിർത്താം. എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്താണ്, എല്ലാത്തിനെയും നിലനിർത്തുന്നതിൻ്റെ ഘടന എന്താണ്. ഇതാണ് 4 ലെവൽ.
എന്നെ നിലനിർത്തുന്നത് എന്താണ്? ഞാൻ എന്തിനൊക്കെ നിലനിർത്തണം? എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്താണ്? എല്ലാത്തിനെയും നിലനിർത്തുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഘടന എന്താണ്? അതാണ് ധർമ്മത്തിൻ്റെ 4 ഉദാത്ത ഭാവങ്ങളായിട്ട് പറയും. അപ്പോൾ ആ 4ാമത്തെ ഭാവത്തിൽ എത്തുമ്പോഴേക്കും ധർമ്മം എന്നുള്ള വാക്കിന് ധ എർ മ. സംസ്കൃതത്തിൽ ഓരോ ധാതുവിനും ഓരോ അർത്ഥമുണ്ട്. ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം, അല്ലെങ്കിൽ ബുദ്ധി, അല്ലെങ്കിൽ വേർതിരിവ് എന്നർത്ഥം. ഇത് മനുഷ്യൻ, ഇത് മൃഗം, ഇത് സസ്യങ്ങൾ, ഇത് ജന്തുക്കൾ, ഇങ്ങനെയുള്ള വേർതിരിവിനെയാണ് ധ എന്നുള്ള അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുക. എർ എന്ന് പറഞ്ഞാൽ തത്വം എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയൊക്കെ, മാ ഇല്ല എന്നർത്ഥം. അപ്പോൾ വേർതിരിവ് എന്നുള്ള തത്വം ഇല്ലാതെയൊക്കെയാണ് ധർമ്മത്തിൻ്റെ ഉദാത്തമായ മുഖം എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ഒന്നുമായിട്ടൊരു വേർതിരിവില്ല എന്ന് പറഞ്ഞാൽ പരിപൂർണ സമന്വയം എന്നർത്ഥം. അപ്പോൾ ധർമ്മത്തിൻ്റെ ഉദാത്തമായ മുഖം പരിപൂർണ സമന്വയമാണ്, അത് കരുണയിലാണെന്നാണ് മഹാഭാരതം ഉദ്ഘോഷിക്കുന്നത്. അതേ അർത്ഥത്തിലാണ് ബാബുജി മഹാരാജ് ഇത് പറയുന്നത്. അതായത് നമ്മളുടെ സൃഷ്ടികളെ മുഴുവൻ വ്യക്തി സ്വയം പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് നശിപ്പിക്കുമ്പോഴാണ് ഈശ്വരൻ്റെ സൃഷ്ടിയും അദ്ദേഹത്തിനെയും നമുക്ക് യഥാർത്ഥത്തിൽ ദർശിക്കാൻ കഴിയും. അപ്പോൾ ഈ ഉദാത്തമായ കാര്യത്തിലേക്കാണ്, ഇതിൻ്റെ പ്രായോഗിക വശത്തിലേക്കാണ് ഈ മെസ്സേജിൽ അദ്ദേഹം കടക്കുന്നത്. പിന്നെ അദ്ദേഹം ജെയിംസ് എലൻ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ്റെ ഒരു വാചകം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഏതു തരം ചിന്തകളാണ് കൊണ്ടു നടക്കുന്നത്, അതാണ് ആ വ്യക്തി. ശ്രീബുദ്ധൻ അതിനെ മറ്റൊരു തരത്തിൽ പറയുന്നു. ഒരു വ്യക്തി ഇതുവരെ ചിന്തിച്ചു കൂട്ടിയതിൻ്റെ ആകത്തുകയാണ് ആ വ്യക്തി. ഇതൊക്കെ നമുക്കറിയണ കാര്യമാണ്. അപ്പോൾ ചിന്തകൾ നമ്മളെ ബാധിക്കും. ചിന്തകൾക്ക് അസാധ്യമായ ഊർജമുണ്ട്, എനർജി ഉണ്ട്. ആ ഊർജം ആദ്യം വ്യക്തിയെ തന്നെ ബാധിക്കും, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ ബാധിക്കും, പ്രപഞ്ചത്തിനെ ബാധിക്കും, ഈശ്വരനെ ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ചിന്തകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ചിന്തകൾ നമ്മളെ ബാധിക്കും എന്ന് മനസ്സിലാക്കുമ്പോൾ നെഗറ്റീവായിട്ടും ബാധിക്കും, പോസിറ്റീവായിട്ടും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പ്രയോഗം കൊണ്ടുവരണമെന്ന് പറയാൻ കാരണം. ഇനി അദ്ദേഹം പറയുന്നത് നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ നമുക്കൊക്കെ അറിയാം. നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മളിൽ പ്രയോഗിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ദോഷങ്ങൾ. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. കാരണം ഒരു കാര്യത്തിനെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ തൊടുമ്പോൾ, അല്ലെങ്കിൽ രസിക്കുമ്പോൾ ഒക്കെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് നമ്മളുടെ ചിന്തകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും നിരീക്ഷിക്കാറില്ല. ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാവണമെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ. അതാണ് ആദ്യം ഉണ്ടാവുക, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ ബന്ധങ്ങളിൽ മുറിവേൽക്കുക നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. പിന്നെ മറ്റുള്ളവരുടെ ധാരണകൾ എന്നെക്കുറിച്ച് നെഗറ്റീവാണെന്ന് നമ്മൾ ചിന്തിക്കാതെ തുടങ്ങുന്നതായിരിക്കാം. മറ്റുള്ളവരുടെ ഉദ്ദേശം, എന്നെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ഉദ്ദേശം നെഗറ്റീവാണെന്ന് നമ്മൾ ആദ്യം തന്നെ അയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നുണ്ടാവുക, അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അങ്ങനെ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? എപ്പോഴും വ്യക്തികൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, തർക്കങ്ങൾ മാത്രം. അപ്പോൾ എപ്പോൾ വ്യക്തികൾ തമ്മിൽ തർക്കങ്ങൾ, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കണം, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വ്യക്തി മറ്റു വ്യക്തികൾ അവരുടെ ഉദ്ദേശം നമ്മളെക്കുറിച്ച് നെഗറ്റീവാണെന്ന് ചിന്തിക്കുന്നതാണ് അതിന് കാരണം. നമ്മൾ അത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറയാം.
പിന്നെ മാസ്റ്റർ പറയുന്നത് നമ്മൾ നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനെ നമ്മളുടെ അടുത്ത് മാറ്റിക്കളയും. നെഗറ്റീവ് തിങ്കിങ്ങും ഹാപ്പിനെസ്സും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്? ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ സന്തോഷത്തിന് അത് ഇല്ലാണ്ടാക്കും. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ്ങുള്ളവർ പൊതുവെ അസ്വസ്ഥരാണ്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നെഗറ്റീവ് തിങ്കിങ് നമ്മുടെ പ്രതിരോധ ശക്തിയെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയും. അങ്ങനെ രോഗങ്ങൾ ഉണ്ടാവണം. നമ്മുടെ പ്രതിരോധം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കോവിഡ് കാലത്തൊക്കെ ഗവൺമെൻറ് നമ്മളെ അതിനുവേണ്ടി ഉപദേശിക്കാറുണ്ട് പ്രതിരോധം വർദ്ധിപ്പിക്കാൻ. അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള രോഗബാധ ഉണ്ടാവും. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ ഒക്കെ. അതിനെ പ്രതിരോധിക്കാൻ ആദ്യമായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു മതിലാണ് നമ്മുടെ സ്കിന്ന്, തൊലി. തൊലിയുടെ പ്രതിരോധ ശക്തി എന്തിനെ ആശ്രയിച്ച് നോക്കണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വേണ്ട രീതിയിൽ ദഹിച്ച് നമുക്ക് ഉപയോഗപ്രദമാക്കുന്നത്. അപ്പോൾ പോഷകാഹാരങ്ങളും ദഹനശക്തിയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അതാണ് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നിതാന്തമായിട്ടുള്ള വസ്തുത. ഇനി ദഹന വ്യവസ്ഥയെ ആശ്രയിച്ച് നിൽക്കുന്നത് എന്താ? നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനമാണ്. ഞരമ്പുകൾ വലിഞ്ഞു മുറുകണ സമയത്ത് നമ്മളെ ദഹന പ്രക്രിയ മന്ദഗതിയില്ല. ഈ ഞരമ്പുകളുടെ കൂട്ടത്തിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? എങ്ങനെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകണ? മനസ്സാണ് അതിൻ്റെ പിന്നിൽ. മനസ്സിലും എന്താ ഉള്ളത്? ചിന്തകൾ. അപ്പോൾ അതന്ന് തുടങ്ങിയത് നമ്മൾ ചിന്തകൾ പോസിറ്റീവായിട്ട് പ്രയോഗിക്കുമ്പോൾ മനസ്സ് പോസിറ്റീവായിരിക്കും. നമ്മുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകില്ല. നമ്മുടെ ദഹന പ്രക്രിയ വേണ്ട രീതിയിൽ നടക്കും. നമ്മുടെ സ്കിന്നിന് നല്ല ആരോഗ്യം ഉണ്ടാവും. നമ്മുടെ പ്രതിരോധം വർദ്ധിക്കും. അപ്പോൾ പ്രതിരോധത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ചിന്തകളും. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോസിറ്റീവ് തിങ്കിങ്ങുള്ള ആളുകൾ. ഒരാൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് തീരെ ആരോഗ്യമില്ലാത്ത ആളാണ്. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അടുത്ത് തന്നെ അയാൾ വ്യാധിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന്. ഇതിൽ നമുക്ക് അറിയുമെങ്കിലും നമ്മൾ അത്ര ആഴത്തിൽ ഇതിനെക്കുറിച്ച് ഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രയോഗക്ഷമതയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രതിരോധം വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രതിരോധ ശക്തിയെ ചിന്തകൾ, നെഗറ്റീവ് ചിന്ത നശിപ്പിക്കും. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, പോസിറ്റീവ് തിങ്കിങ്ങുള്ള ആളുകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ആയുസ്സിനെ അത് ബാധിക്കുക. തീർച്ചയാണല്ലോ, രോഗം വന്നാൽ ആയുസ് കുറയില്ലേ? നേരെ മറിച്ച് പോസിറ്റീവ് തിങ്കിങ്ങുള്ള ആൾ ഒരുപാട്, നെഗറ്റീവ് തിങ്കിങ്ങുള്ള ആൾക്കാർക്ക് ഷോർട്ട് ലൈഫ് ഉണ്ടാവുള്ളൂ. ആരോഗ്യത്തെ തന്നെ ബാധിക്കും, ആയുസ്സിനെ ബാധിക്കും അത്. പിന്നെ വേറൊരു പ്രശ്നം എന്താ? നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും, ടെൻഷൻ, പിരിമുറുക്കം, ഡിപ്രഷൻ, ഇതൊക്കെ എവിടുന്നാണ് തുടങ്ങുന്നത്? സൈക്കാട്രിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്ന രണ്ട് മഹത്തായ സുഖേടുകളാണ് എന്ത്? ആങ്സൈറ്റിയും ഡിപ്രഷനും, അല്ലേ? പിന്നെ അത് മാറി അത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ അതിനെ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയും. ഒരു എന്താ പറയുക, സമന്വയമായിക്കോട്ടെ വെച്ചിട്ട് ഇടയ്ക്ക് ആങ്സൈറ്റിയും ഇടയ്ക്ക് ഡിപ്രഷനും, അങ്ങനെയാണ് ബൈപോളാർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സൈക്കാട്രിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്ന മഹത്തായ സുഖേടുകൾ. അപ്പോൾ അത് എവിടുന്നാണ് തുടങ്ങുന്നത്? നെഗറ്റീവ് തിങ്കിങ്. ഇപ്പം നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഗുണവശങ്ങളുണ്ടോ? ഒന്നുപോലുമില്ല. എന്നാൽ പോസിറ്റീവ് തിങ്കിങ്ങിനോ ജീവിതത്തിലുടനീളം ഗുണഫലങ്ങളാണ്.
ഇത് ബോധപൂർവം ചെയ്യേണ്ടതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതല്ല. ആധ്യാത്മിക പരിശീലനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന സംഗതി എന്താ വെച്ചാൽ എല്ലാം നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഭാഗ്യം കൊണ്ട് നടക്കുന്നതല്ല. ഇനി അടുത്തായിട്ട് അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ ചിന്തയെ ബാധിക്കുന്ന അതിൻ്റെ ആഴത്തിലുള്ള വസ്തുതകൾ എന്താണ്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ചിന്താഗതി ഇങ്ങനെ ആവാനായിട്ട് എന്താണ് കാരണം, എന്തൊക്കെയാണ് കാരണങ്ങൾ, ഹാർട്ട്ഫുൾനെസ് അനുസരിച്ച് എന്താണ് പ്രധാനപ്പെട്ട കാരണം, എന്താണ് നമ്മുടെ സംസ്കാരങ്ങൾ, ഭൂതകാലത്തിൽ നമ്മൾ ചിന്തിച്ചു കൂടിയതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും മുദ്രകൾ വിത്തുകളുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. സാഹചര്യം അനുകൂലമാവുന്ന സമയത്ത് അത് ചിന്തകളുടെ രൂപത്തിൽ പുറത്തു വരുന്നു എന്നാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ സിദ്ധാന്തം. അപ്പോൾ നമ്മുടെ ചിന്തയുടെ പാറ്റേണിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സംസ്കാരങ്ങളാണ്. നമ്മൾ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഒപ്പം സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒപ്പം ഈ സംസ്കാരങ്ങളെ കൊണ്ടുവരുന്നു പൂർവ്വജന്മങ്ങളിൽ നിന്ന്. പിന്നെയോ അത് മാത്രമാണോ പ്രശ്നം? അല്ല, ഈ വരുന്ന വഴിക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കുറച്ച് അവരുടെ ഷെയർ വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ ജനിച്ച ജാതി, നമ്മൾ ജീവിക്കുന്ന സമൂഹം, നമ്മൾ ഏത് രാജ്യത്താണ് നിൽക്കുന്നത്, ഇതെല്ലാം ഇതിനെ വീണ്ടും വീണ്ടും നമ്മുടെ ചിന്താഗതികളെ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ്. അപ്പോൾ ആദ്യം ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ് വന്നത്, പിന്നെ അത് കൂടിക്കൂടി വരും. മാസ്റ്റേഴ്സ് അതിനെ ജനറ്റിക് ആൻഡ് എപ്പിജനറ്റിക്സ് എന്ന് പറയും. എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ജനറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനിതകം, എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ജനിതക മാറ്റം. എൻ്റെ അദ്ദേഹം പറയുന്ന ഒരു കുട്ടി അമ്മയുടെ ഭ്രൂണത്തിലിരിക്കുന്ന സമയത്ത് ആ അമ്മയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളെല്ലാം കുഞ്ഞിനെ ബാധിക്കും ഇല്ലേ? ഒരു മനോഹരമായ പുസ്തകമുണ്ട്, ബയോളജി ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞിട്ട്, ലിപ്റ്റൺ ബ്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, അമ്മ ഭ്രൂണത്തിൽ കുട്ടിയുണ്ട്, അമ്മയുടെ സാഹചര്യം, കുടുംബത്തിലെ സാഹചര്യം എപ്പോഴും ഭയമുണ്ടാക്കുന്നതും വെല്ലുവിളികളും നിറഞ്ഞാണെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയെന്നിരിക്കുക. അപ്പോൾ വഴക്ക് കൂടുമ്പോൾ ഒരു പ്രതിരോധ ശക്തിയാണ് നമുക്ക് വേണ്ടത്. പ്രതിരോധത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന കൈയും കാലുമാണ്. അപ്പോൾ കൈയിലേക്കും കാലിലേക്കും ആ സമയത്ത് കൂടുതൽ രക്തം പ്രവഹിക്കും അമ്മയുടെ. അപ്പോൾ എന്താ സംഭവിക്കുക? അതേപോലെ ഉള്ളിലിരിക്കുന്ന ശിശുവിൻ്റെ കൈയിലേക്കും കാലിലേക്കും കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവും. ഇത് അതേപോലെ അമ്മയുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു അത് തന്നെ കുട്ടിയിൽ സംഭവിക്കും. അപ്പോൾ കുട്ടി ഉള്ളിലാണ്, അതിന് കയ്യിലും കാലിലേക്കും ബ്ലഡ് ഒഴുകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ബ്ലഡ് എവിടേക്കാണ് പോകേണ്ടത്? തലച്ചോറിലേക്കും വയറിലുള്ള മറ്റ് അവയവങ്ങളും ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബ്ലഡ് ഒഴുകേണ്ടത്. ആ ബ്ലഡിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ കയ്യിലും കാലിലേക്കും ബ്ലഡ് ഒഴുകിയാൽ എന്താണ്ടാവുക? കൈയും കാലും നീണ്ട കുട്ടികളായിരിക്കും. അത് വേണമെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയാം, പക്ഷേ അത് കാണിക്കുന്നത് എന്താണ്? തലച്ചോറിലേക്കും വയറ്റിലെ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓർഗൻസിലേക്കും വേണ്ട രീതിയിൽ രക്തം പ്രവഹിക്കാതെയാകും. അപ്പോൾ ആ കുട്ടികൾക്ക് മെമ്മറി പവർ കുറവായിരിക്കും, ഡൈജസ്റ്റീവ് പവർ കുറവായിരിക്കും, ദഹനശക്തി കാര്യമായിട്ടുണ്ടാവില്ല ഇവിടെ ജനിച്ചു വരുമ്പോൾ. ഇന്ന് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ കേരളം. ആലോചിച്ച് നോക്കുക എന്തായിരിക്കും കാരണം? എത്രമാത്രം സ്ട്രെസ്സും സ്ട്രെയിനുമാണ് മാതാപിതാക്കൾ അനുഭവിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമാണത്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ പ്രമേഹ മാറും. അതായത് പാൻക്രിയാസ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. എപ്പിജനറ്റിക്സാണ് അതിന് കാരണം. അതായത് അതുകൊണ്ടാണ് ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് എങ്ങനെയാണ്, ഒരു അമ്മ ഗർഭിണിയായി കഴിഞ്ഞാൽ
വീട്ടിലെല്ലാവർക്കും വളരെ സന്തോഷമാണ്. എന്നിട്ട് പ്രത്യേക സീമന്തം അല്ലെങ്കിൽ വളകാപ്പ് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തി എല്ലാവർക്കും സദ്യ കൊടുത്ത് സന്തോഷമായിട്ട് അമ്മയെ അവരുടെ വീട്ടിലേക്ക് അയക്കും, അച്ഛനമ്മമാരുടെ അടുത്തേക്ക് അയക്കും. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് അയക്കും അല്ലേ. അത് കഴിഞ്ഞ് പ്രസവിച്ച് 2-3 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. എന്താ കാരണം? സ്വന്തം അച്ഛനും അമ്മയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഇവർക്ക് മാനസികമായിട്ട് കുറച്ചും കൂടി സെക്യൂരിറ്റി അതുപോലെയുള്ള അവസ്ഥകളും ഫീൽ ചെയ്തിട്ട്, അതുകൊണ്ട് ഗർഭിണികളെ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് വയ്ക്കണമെന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ കൊടുക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല കഥകൾ കേൾക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മഹത്തായ ഒരു ഹിന്ദു പാരമ്പര്യമുണ്ട് അതിൻ്റെ പിന്നിൽ. കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഹെൽത്ത് ബെറ്റർ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? 8 മാസം വരെ അവർ ജോലിക്ക് പോകണം, ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദങ്ങൾ, വീട്ടിൽ തിരിച്ചു വന്ന അവിടുത്തെ സമ്മർദ്ദങ്ങൾ, സമൂഹത്തിൻ്റെ സമ്മർദ്ദം, ഇതെല്ലാം ആയതുകൊണ്ട് എന്തായിരിക്കും കുട്ടിയുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ആരോഗ്യം നലശവും. ഇതിനാണ് നമ്മൾ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് സാഹചര്യം ഉണ്ടാക്കുന്ന ജനിതക മാറ്റം. ഇപ്പോൾ മഹാഭാരതത്തിലൊക്കെ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് പറയണതല്ലേ, അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർ ജനിക്കാൻ എന്താ കാരണം? ആ ജനന സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥയാണ്. അമ്മ കണ്ണടച്ചു പോയി, ഇത് ഈ മഹർഷിയെ സഹിക്കേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ. അപ്പോൾ അന്ധനായി. മറ്റൊരു സ്ത്രീ വിളറി വെളുത്തു, ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് പേടിച്ചിട്ട്. അങ്ങനെയാണ് പാണ്ഡുവിൻ്റെ ജനനം. തോഴി അത് മഹത്തായ ഒരു അവസരമായിട്ടെടുത്തു, ഈ മഹർഷിയുമായിട്ട് ചേരുന്ന ആ സന്ദർഭം. അങ്ങനെയാണ് മഹാനായിട്ടുള്ള വിതുരരുടെ ജനനം. അദ്ദേഹമാണ് ഈ ധർമ്മപുത്രരെ ഈ രാജ്യം ഏറ്റെടുക്കുന്നവരെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ആൾ ഈ വിതുരരാണ്. ധൃതരാഷ്ട്രമാണ് രാജാവ് എന്നിരുന്നാലും. അതുപോലെ നിരന്തരം സന്ദർഭങ്ങളുണ്ട്. ഈ ദുര്യോധനൻ ജനിക്കുന്ന സമയത്ത്, ദുര്യോധനൻ 1 കൊല്ലം കഴിഞ്ഞിട്ടും ജനിക്കുന്നില്ല. 2 കൊല്ലമാണ് ഗാന്ധാരി ദുര്യോധനെ ഗർഭത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും ധൃതരാഷ്ട്രക്ക് ക്ഷമ കെട്ടു, പ്രസവിക്കുന്നില്ല. കാരണം അപ്പുറത്ത് പാണ്ഡുവിനൊരു മകനുണ്ടായി കഴിഞ്ഞു, അവൻ 1 വയസ്സാവാനും പോകണം. അപ്പോൾ മൂത്ത പുത്രനാണ് രാജ്യാവകാശം. അപ്പോൾ ഈ കുട്ടികളുണ്ടാവുന്നുമില്ല. 100 പുത്രന്മാരെ കിട്ടും ഗാന്ധാരിക്ക് എന്ന് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ കല്യാണത്തിന് തയ്യാറാവുന്നത്. അപ്പോൾ 100 പേരുണ്ടല്ലോ രാജാവാനുള്ള ക്ലെയിമിന് എന്ന് വിചാരിച്ചിട്ട് ഇത് പ്രസവിക്കുന്നില്ല. അപ്പോൾ ധൃതരാഷ്ട്രക്ക് അരിശം വന്നു, നീ എന്താണ് പ്രസവിക്കാത്തത്? ഗാന്ധാരിയെ പീഡിപ്പിക്കാൻ തുടങ്ങി, മാനസികമായിട്ട് ക്രൂരമായ വാക്കുകളൊക്കെ പറഞ്ഞിട്ട്. അവസാനം ധൃതരാഷ്ട്ര ക്ഷമ കെട്ടിട്ട് എന്താ ചെയ്യാന്നറിയോ? അന്ന് ഗാന്ധാരിയോട് പറയും, നിൻ്റെ തോഴിയെ എൻ്റെ അറയിലേക്ക് അയക്കാൻ. തോഴിയിലെങ്കിലും ഒരു കുട്ടിയെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു. സുഗത എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരിയുടെ ഒരു തോഴിയുണ്ട്, ഗാന്ധാരന്ന് കൊണ്ടുവന്ന, അതിനെ ധൃതരാഷ്ട്രത്തേക്ക് അയക്കും. ആ സമയത്ത് ഗാന്ധാരിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഗാന്ധാരി തന്നെയാണ് ഈ സുഗതയെ നിർബന്ധിച്ച് ധൃതരാഷ്ട്ര അറയിലേക്ക് അയക്കണം, പോകാൻ പറഞ്ഞത്. സുഗത തയ്യാറാവില്ല. അത് കഴിഞ്ഞ് ഗാന്ധാരിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ സമയത്ത് ഗാന്ധാരി എന്താ ചെയ്യണം? 2 കൈ കൊണ്ടും വയറ്റത്ത് അടിക്കുകയാണ് ഈ ഗർഭത്തിനെ, ഭ്രൂണത്തിനെ. ഇത് പറയാം, ഒന്നുകിൽ നീ ജനിക്കുക, അല്ലെങ്കിൽ എൻ്റെ മരണത്തിന് കാരണമാകും. എന്തായിരിക്കും കുട്ടിയുടെ അവസ്ഥ? അവിടെ ഈ മർദ്ദനപ്പെടുന്ന സമയത്ത് പിന്നീടാണ് ഒരു മാംസപിണ്ഡത്തിനെ പ്രസവിക്കുന്നതും അതിനെ 100 കഷ്ണങ്ങളായിട്ട് വ്യാസൻ അവന് ജന്മം കൊടുക്കുന്നു. അപ്പോൾ ഈ പീഡനം കൊണ്ടാണ് ദുര്യോധനാദികളായിട്ടുള്ള എല്ലാ കൗരവരുടെയും സ്വഭാവം എന്താണ്? എല്ലാവരും മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്നുള്ളത് ഒരു ആഘോഷമായിട്ടെടുത്ത ആൾക്കാരാണ് 100 ആൾക്ക്. എപ്പിജനറ്റിക്സാണ് അതിന് കാരണം. അതായത് സാഹചര്യങ്ങൾ ഭ്രൂണത്തിനുണ്ടാക്കിയിട്ടുള്ള എഫക്റ്റ്, ജനിതക മാറ്റങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾക്ക് പുറമേ നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ മാതാപിതാക്കൾ, ജനിതക മാറ്റം, സാഹചര്യം
കൊണ്ടുണ്ടാകുന്ന ജനിതക മാറ്റം. അത് കഴിഞ്ഞ് ജനിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യ വർഷങ്ങളിൽ ഈ കുട്ടി നേരിടുന്ന സംഘർഷങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ചിന്തകളെ ബാധിക്കും. അപ്പോൾ ഇനി അതിലൊരു സ്റ്റഡി നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അടുത്തിടെ നടത്തിയ ഒരു സ്റ്റഡി. അതിൽ പറയണത് ലോകത്തിലെ പല രാജ്യങ്ങളിലെ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ മനസ്സിൻ്റെ അലഞ്ഞു തിരിയാനുള്ള പ്രവണത എത്രമാത്രമുണ്ട്, അവരുടെ മനസ്സ് ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രമാത്രം അവർ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, എന്താണ് ഒരു ജനറൽ മൂഡ് എന്നൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു സർവേ ഉണ്ടാക്കി. സയൻറ്റിഫിക് സ്റ്റഡി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ സർവേയുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലം വളരെ അത്ഭുതപ്പെടുന്ന. അത് പറയണത് എന്താണെന്ന് വെച്ചാൽ 50% ആളുകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ ചിന്തകൾ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാണ്ടറിങ് മൈൻഡുകൾ 50%നും അലഞ്ഞു തിരിയുന്ന ചിന്താഗതികളുള്ളത് ആദ്യത്തെ ഫൈൻഡിങ്. രണ്ടാമത്തെ ഫൈൻഡിങ് ഈ സ്റ്റഡിയിൽ പറയണത് മനസ്സ് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സന്തോഷത്തിൻ്റെ അവസ്ഥ വളരെ കുറവാണ്. അപ്പോൾ സന്തോഷമില്ലായ്മയാണോ മനസ്സ് അലഞ്ഞു തിരിയാൻ വിടുന്നത് വെച്ചോ? അല്ല. പിന്നെയോ അലഞ്ഞു തിരിയുന്ന ഫോക്കസ് ഇല്ലാത്ത മനസ്സാണ് അസന്തുഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ കേന്ദ്രീകരിക്കാത്ത മനസ്സ്, ക്രമീകരിക്കാത്ത മനസ്സാണ് അലഞ്ഞു തിരിയുന്ന മനസ്സാണ് അസന്തുഷ്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആളുകൾ എന്നാണ് ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് സ്റ്റഡി കാണി. അപ്പോൾ മനസ്സ് അലഞ്ഞു തിരിയുന്നതാണ് നമ്മുടെ അസന്തുഷ്ടിക്ക് പ്രധാനമായ കാരണം. അപ്പം അദ്ദേഹം പറയാം, ഭഗവത്ഗീതയിലും അങ്ങനെ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അശാന്തസ്യ കുതം സുഖം. അതായത് എല്ലാ ജീവജാലങ്ങളും സന്തോഷം ആഗ്രഹിക്കുന്നു. സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്താണ്? ശാന്തിയാണ്. ശാന്തി ഇല്ലാണ്ട് നമ്മുടെ സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അസ്വസ്ഥമായിട്ടുള്ള മനസ്സാണെങ്കിലോ സന്തോഷം ഉണ്ടാവില്ല. അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റഡി നടത്തുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തെളിയിച്ചതാണ്. അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ധ്യാനത്തിനെക്കുറിച്ച് പറയുന്നത്. സന്തോഷത്തിന് ശാന്തി വേണം, ശാന്തിക്ക് ഫോക്കസ് ഉള്ളൊരു മനസ്സ് വേണം, ക്രമീകരിക്കപ്പെട്ടൊരു മനസ്സ് വേണം. ക്രമീകരിക്കപ്പെട്ട മനസ്സ് ധ്യാനം കൊണ്ട് മാത്രമേ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാസ്റ്റർ മറ്റൊരു മുണ്ടകോപനിഷത്ത് പറഞ്ഞൊരു ഉപനിഷത്തിനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അവിടെ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ജീവിതത്തിൻ്റെ ഏത് പ്രശ്നം പരിഹരിച്ചാലാണ് എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുക? അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ എളുപ്പമല്ലേ നമുക്ക്? അപ്പം അതിന് ഉത്തരമായിട്ടാണ് ഈ ആധ്യാത്മിക പരിശീലനത്തിനെ കുറിച്ച് ഗുരു പറയുന്നത്. ഈ പ്രശ്നം പരിഹരിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. അതായത് ആത്മീയതയാണ് ജീവിതത്തിൻ്റെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം. പിന്നെ അത് മനസ്സിൻ്റെ ക്രമീകരണം, ധ്യാനം, അങ്ങനെയായിട്ട് പോകുന്നു. അതാണ് ഈ ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മാസ്റ്റർ പറയുകയാണ്, ആർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഉത്തരം വളരെ ലളിതമാണ്. ആർട്ട്ഫുൾനെസ് എന്താ പറയുന്നത്? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ പരിഹാരമുള്ളൂ. എന്താ അത്? അദ്ദേഹം പറയുന്നത് റൈറ്റ് തിങ്കിങ്, കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ് എന്നാണ്. അതായത് ശരിയായ രീതിയിലുള്ള ചിന്ത എന്നാണ് ഇതിൻ്റെ തുടക്കം. ശരിയായ ചിന്ത ശരിയായിട്ടുള്ള ഫീലിംഗ് നമ്മുടെ ഹൃദയത്തിൽ തരും. ചിന്ത തെറ്റാണെങ്കിൽ ഫീലിംഗ് റോങ് ആയിരിക്കും. നമ്മുടെ ഹൃദയം ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
എന്താ എൻ്റെ ഹൃദയം ഇങ്ങനെ അസ്വസ്ഥമാണ്, എൻ്റെ ചിന്ത എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് തിങ്കിങ് എന്നാണ് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഫീലിംഗ് വരുന്നത്. ചിന്തിക്കാനുള്ള ഉപകരണം നമ്മുടെ മനസ്സാണെങ്കിൽ ഫീൽ ചെയ്യാനുള്ള ഉപകരണമാണ് ഹൃദയം. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാണ്. ചിന്ത കറക്റ്റാണെങ്കിൽ ഫീലിംഗ് കറക്റ്റ്, ഫീലിംഗ് റോങ് ആണെങ്കിൽ ചിന്ത റോങ് ആണ്, അല്ലെങ്കിൽ ചിന്ത റോങ് ആണെങ്കിൽ ഫീലിംഗ് റോങ് ആയിരിക്കും. വളരെ എളുപ്പമാണ് നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് അസ്വസ്ഥമാണെന്ന് കണ്ടുപിടിക്കാൻ. തിങ്കിങ് മാത്രം ഒബ്സർവ് ചെയ്യും. സാധാരണ എനിക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തിങ്കിങ് എന്താണെന്ന് നമ്മൾ നോക്കില്ല. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നു. അതോടെ അതിന് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിയായ രീതിയിലുള്ള ചിന്ത, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക, പിന്നെയോ സത്യസന്ധമായ ജീവിത സമീപനം. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രധാന തത്വം. എങ്ങനെയാണ് ശരിയായ ചിന്ത ഉണ്ടാവുക? കറക്റ്റ് തിങ്കിങ് എന്താണ് ആണ് ആദ്യം ചോദിക്കുന്നത്. എന്തായിരിക്കണം യഥാർത്ഥ ചിന്ത? അങ്ങനെയാണ് ഹൃദയത്തിൽ ദിവ്യപ്രകാശം, പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടത്തിൻ്റെ ആ ഉറവിടം എൻ്റെ ഹൃദയത്തിൽ തന്നെയാണെന്നുള്ളതിനേക്കാൾ ഉദാത്തമായിട്ടുള്ള ചിന്ത എന്താണ് ഈ ലോകത്തിലുള്ളത്? അപ്പോൾ ധ്യാനസങ്കല്പം കഴിഞ്ഞ് പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയുള്ളൂ. അതാണ് ആളുകൾ എപ്പോഴും അവോയ്ഡ് ചെയ്യണ സാധനം, അല്ലേ? ഏറ്റവും പോസിറ്റീവായിട്ടുള്ള തോട്ടാണ് എന്ത്? ധ്യാനസങ്കല്പം എൻ്റെ ഹൃദയത്തിൽ ദിവ്യത്വത്തിൻ്റെ ഉറവിടമുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് റൈറ്റ് തിങ്കിങ് വരുന്നത്. അതുകൊണ്ടാണ് ധ്യാനാത്മകമാക്കാൻ പറയണത് നമ്മുടെ ജീവിതത്തിൽ. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പറയാം മാസ്റ്റർ. എന്താണ്? റൈറ്റ് തിങ്കിങ്, കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഓണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ്. ശരിയായ രീതിയിലുള്ള ചിന്ത, ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുക. അതായത് ഒന്ന് മനസ്സും ഒന്ന് ഹൃദയവും. ജീവിതത്തിനോട് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ജീവിതത്തിനോട് നമ്മളുടെ സമീപനം സത്യസന്ധമായിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ വ്യക്തികൾ അധികം പേരും ജീവിതത്തിനോട് സത്യസന്ധതയില്ലാത്ത സമീപനമാണ്, അല്ലേ? ഈ ലോകത്തിൽ സത്യസന്ധമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് മാറി. സത്യസന്ധതയില്ലാത്ത സമീപനമാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? പുറകിലേക്ക് എടുത്താൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന് ഉറപ്പിക്കാം. കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താണ്? എൻ്റെ ചിന്താഗതി തെറ്റാണെന്ന് ഉറപ്പിക്കാം. ഇനി ഇത് എല്ലാം കൂടി എങ്ങനെ കറക്റ്റ് ചെയ്യുക? സിമ്പിൾ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് വേണ്ടത്. എന്താണ്? മെഡിറ്റേഷൻ, ക്ലീനിങ്, വെയർ. നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് മൂന്നും കൂടി ചേർന്നാണ് ബോധം. അതിൽ പ്രധാന ഭാഗമാണ് മനസ്സ്. ഇത് മൂന്നിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാനുള്ള സംഗതിയാണ് എന്ത്? ഹാർട്ട്ഫുൾനെസ്സിൻ്റെ മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രയർ. പ്രശ്നം നമുക്ക് മനസ്സിലായി, പ്രശ്നത്തിന് പരിഹാരം നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിക്കുക? നമ്മളെ പരിവർത്തനപ്പെടുത്തുന്ന ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അപ്പോഴാണ് ആദ്യം സംഭവിക്കുന്നത് വ്യക്തിയുടെ ഉള്ളിലെ എല്ലാ ആന്തരിക ഘടകങ്ങൾക്കും ഒരു സമന്വയം വരും. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അഹങ്കാരത്തിനും പ്രോപ്പർ ഷേപ്പ് വരും. മനസ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങും, ബുദ്ധി വിവേകമാകും, അഹങ്കാരം സ്നേഹവും വിനയവുമായിട്ട് പരിവർത്തനപ്പെടും, ബോധം ദിവ്യബോധവുമായിട്ട് സമന്വയത്തിലാവും. ഇപ്പോൾ വ്യക്തിയുടെ ആന്തരിക ഘടകങ്ങളൊക്കെ സമന്വയത്തിലാവും, മറ്റു വ്യക്തികളുമായിട്ട് നമ്മൾ സമന്വയത്തിലാവും. അപ്പോഴാണ് ദിവ്യത്വവുമായിട്ടുള്ള സമന്വയം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തി സമന്വയത്തിലൂടെ ദിവ്യത്വവുമായി സമന്വയം എന്ന് പറയാൻ കാരണം. അപ്പോഴാണ് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറക് വേണം. ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ളൊരു ബാലൻസ് നമ്മളുള്ളിൽ വരുന്നത്. ആധ്യാത്മികതയ്ക്കും ഭൗതികതയ്ക്കും അർഹിക്കുന്ന പ്രാധാന്യം നടത്തി ഒരു പക്ഷി പറന്നു പോകുന്ന പോലെ, ആ പറന്നു പോകുന്ന പക്ഷിയുടെ ഈ ഡയറക്ഷൻ കൊടുക്കുന്നതിൻ്റെ വാലാണ്.
ഹാർട്ട്ഫുൾനെസ്സിൽ ഈ വാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ് നമുക്ക് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഭൗതിക ജീവിതത്തിനും ആധ്യാത്മിക ജീവിതത്തിനും ഡയറക്ഷൻ കൊടുക്കുന്നത് കറക്റ്റ് ഫീലിങ്സാണ്, അതായത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള ഒരു വ്യക്തിയായി ജീവിതത്തിനോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപന രീതിയാണ് നമ്മളെ ചിന്തകൾ വളരെ പോസിറ്റീവാണ്. പ്രകൃതിയുമായിട്ട് ഒരു സമന്വയത്തിൽ നമ്മളപ്പോൾ ജീവിക്കുക. നമ്മൾ സിമ്പിളായിരിക്കും, ലളിതവും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള വസ്തുതകളെ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ മാസ്റ്റേഴ്സ് നമ്മൾ പറയുന്ന ആ അവസരത്തിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഇത് ശ്രദ്ധിക്കില്ലേ? നമ്മുടെ സൈഡിലുള്ള ആൾക്കാരും ഇത് ശ്രദ്ധിക്കില്ലേ? എന്താണ് ഈ വ്യക്തിയിലൊരു മാറ്റം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയണം, അങ്ങനെ മാറ്റം വന്നാൽ നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ഒരു മാക്സിം ഉണ്ട്. എന്താണ് 9ാമത്തെ? മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുക. അതായത് ഒരു അഭ്യാസിയെ കണ്ടാൽ മറ്റൊരാൾക്ക് ഭക്തി തോന്നണം. അതെങ്ങനെയാണ് വരിക? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ കണക്ഷൻ എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും തമ്മിലുള്ള കണക്ഷനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരാളുടെ ഉള്ളിൽ ഈ കണക്ഷൻ വരണമെങ്കിൽ എന്ത് വേണം? ഇയാൾ കാണുന്ന വ്യക്തിയിൽ ഈ കണക്ഷൻ ഉറപ്പുവന്നുണ്ടാവണം. അപ്പോഴേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്വാധീനപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വ്യക്തിക്ക് ബാലൻസ് ഉണ്ടെന്നാണ്. ഇയാൾ ആധ്യാത്മികയും ഭൗതികതയും കൊണ്ട് പരസ്പരം സമന്വയിപ്പിച്ചിട്ടുള്ളതാണ്. ചുറ്റുമുള്ള ആളുകൾ വിചാരിക്കും ഇവരെല്ലാം ഭൗതിക ജീവിതം നയിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ചെയ്യുന്ന ഈ ആധ്യാത്മിക പരിശീലനം കൊണ്ട് ഇദ്ദേഹത്തിനും ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ഒരുപോലെ സമന്വയമായ പുരോഗതി ഉണ്ട്. അപ്പം അതിന് കാരണമായിട്ടുള്ള ഈ ഭക്തി നമ്മളിലുള്ളിൽ വികസിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഭക്തി അല്ലെങ്കിൽ ആ കണക്ഷനെ കുറിച്ച് മറ്റുള്ളവർ ആലോചിക്കുന്നത്. എന്താണ് ഇതിനുള്ള വഴി എന്ന് ആലോചിക്കും. മാസ്റ്റർ പറയണ, അങ്ങനെ മറ്റു മനുഷ്യർക്ക് നമ്മൾ ഈ പാതയിൽ ആത്മാർത്ഥമായിട്ട് പിന്തുടരുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ ഫീലിങ്ങും നമ്മുടെ സമീപന രീതിയും ഹിതകരമായി മാറുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുമെങ്കിൽ ഈശ്വരന് മനസ്സിലാവില്ലേ? അത് തീർച്ചയായിട്ടും മനസ്സിലാവില്ലേ? മനുഷ്യർക്ക് മനസ്സിലാവുവെച്ചാൽ ഈശ്വർക്ക് മനസ്സിലാവില്ലേ? തീർച്ചയായിട്ടും മനസ്സിലാവും. ഇപ്പോൾ ബാബുജി മഹാരാജ് പറയുന്നത്, ഒരു മനുഷ്യൻ അവനെ വേണ്ട രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ട് ഈശ്വരനെ സമീപിക്കുകയാണെങ്കിൽ ഈശ്വരൻ ഈ വ്യക്തിയോട് എടുക്കുന്ന സമീപനം വളരെ വ്യത്യസ്തമായിരിക്കും. അദ്ദേഹം പറയുന്നത്, എ മാൻ അപ്രോച്ചസ് ഗോഡ് വിത്ത് പ്രോപ്പർ മേക്കിംഗ് ഓഫ് ഹിംസെൽഫ്, then God takes a different view on this individual. എന്താണ് വ്യത്യസ്തമായിട്ടുള്ള സമീപനം എന്ന് അദ്ദേഹം പറയുന്നത്? അതായത് സാധാരണ നിലയ്ക്ക് എല്ലാ ജീവാത്മാക്കളും ഈശ്വരൻ്റെ ലവേഴ്സാണ്, അല്ലേ? ഈശ്വരനാണ് നമ്മുടെ പ്രേമഭാചനം, ജീവാത്മാവ് പ്രേമിക്കുന്ന ആളാണ്. അങ്ങനെയല്ലേ? രാധാകൃഷ്ണൻ എന്ന് പറയണ പോലെ. ഈ അവസ്ഥയിൽ, അതായത് ഒരാൾ വേണ്ട രീതിയിൽ ഇദ്ദേഹത്തിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഈശ്വരനെ സമീപിക്കുമ്പോൾ ഈ റോള് റിവേഴ്സ് ആവുമെന്ന് പറയുന്നത് ബാബുജി മഹാരാജ്. എന്താ പോയത്? ഈശ്വരൻ പ്രേമിക്കുന്ന ആളും ഭക്തൻ പ്രേമഭാചനവുമായിട്ട് മാറുന്നു. റോള് റിവേഴ്സ് ആവുന്നു. അതായത് ഈശ്വരൻ്റെ അറ്റൻഷൻ ഭക്തനിലേക്ക് തിരിയുന്നു. ഇപ്പോൾ ഭക്തനാണ് അവിടെ പ്രേമഭാചനായിട്ട് മാറുന്നത്. ഈശ്വരൻ പ്രേമിക്കുന്ന ആൾ ലവറായിട്ട് മാറി. റോൾ റിവേഴ്സൽ. ആലോചിച്ച് നോക്കൂ. അതാണ് ശരിക്ക് രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയത്തിന് ഇത്ര ഉദാത്തമത കൈവരിക്കാൻ കാരണം എന്താ? കൃഷ്ണൻ രാധയെ വിട്ടു പോയ സമയത്ത് രാധ കൃഷ്ണ 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 എന്നിങ്ങനെ ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ രാധയുടെ ബോധം കൃഷ്ണൻ്റെ ബോധവുമായിട്ട് പരിപൂർണമായിട്ട് ലയിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ രാധ തന്നെ
രാധേ 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 എന്ന് പറയാം. എന്നുവെച്ചാൽ കൃഷ്ണനായിട്ട് മാറിയിട്ട്. ഇതാണ് ഈ റോഡ് മാറി എന്ന് പറയാൻ കാരണം. പ്രേമിക്കുന്ന ആളും പ്രേമഭാജനവും തമ്മിൽ മാറിപ്പോയി. ഈശ്വരൻ പ്രേമിക്കുന്ന ആളും ഭക്തൻ പ്രേമഭാജനമായിട്ട് മാറി. അതാണ് രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവം. ബാബുജി മഹാരാജ് പറഞ്ഞു ഇതാണ് ഭക്തിയുടെ ഒരു ഉദാത്തമായ ഭാവം. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിട്ടുള്ളൂ. പിന്നെയോ ആധ്യാത്മിക യാത്ര അനന്തമായിട്ട് തുടരേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആധ്യാത്മിക യാത്ര തുടരുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ആധ്യാത്മിക നിലകൾ നമ്മൾ കൈവരുന്നു. ഈ ആധ്യാത്മിക നിലകളെക്കുറിച്ച് നമ്മൾ ബോധവാനാവണമെങ്കിൽ ആ ആധ്യാത്മിക നിലയേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലായിരിക്കണം നമ്മൾ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പറയണത് രാത്രി നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളെ കാണുന്നു. അപ്പോൾ നക്ഷത്രങ്ങളെ തിളങ്ങുന്നതായിട്ട് കാണുന്നു. ശാസ്ത്രം അനുസരിച്ചിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം വരെ 4 പ്രകാശവർഷം അകലെ നിൽക്കുന്നത്. അതായത് നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെ കാണുക, അതിൽ നിന്നുള്ള പ്രകാശം നമ്മളെ കണ്ണിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് ഒരു വസ്തുവിനെ നമ്മൾ കാണുക. അതായത് 4 വർഷം മുമ്പ് ഈ നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ടുള്ള പ്രകാശം കാരണമാണ് ഇപ്പോൾ അതവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഈ കാലയളവിൽ പ്രകാശവർഷം ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്രയാണല്ലോ, ഒരു പ്രകാശം സഞ്ചരിക്കുക സെക്കൻഡിൽ 1,60,000 കിലോമീറ്റർ. ഒരു സെക്കൻഡ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഈ നക്ഷത്രം നശിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതും. അതായത് നമ്മൾ കാണുന്ന കാഴ്ച ഭൂതകാലത്തിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ ഒരു ആധ്യാത്മിക നില അനുഭവിച്ചറിയണമെങ്കിൽ അതിനേക്കാൾ സൂക്ഷ്മമായ അവസ്ഥയിലായിരിക്കണം നമ്മൾ. അത് പറയാനാണ് ഈ ശാസ്ത്രവസ്തുത. മനസ്സിലായോ നിങ്ങൾക്കത് എന്താന്ന്? മറ്റൊരു ഉദാഹരണം മാസ്റ്റർ പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ബോധം, ഈ ഓരോ ലെവലിനും നമ്മളതൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഞാൻ വസ്തുക്കളെ കാണുന്നു. അപ്പോൾ വസ്തുക്കളെക്കുറിച്ച് എൻ്റെ ഇന്ദ്രിയങ്ങൾ ബോധവാനാണ് അല്ലേ? തിരിച്ച് വസ്തുക്കൾ എൻ്റെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ബോധവാനാണോ? എൻ്റെ കൈയിനെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എൻ്റെ കൈ എന്നെക്കുറിച്ച് ബോധവാനാണോ? ഇല്ല. അങ്ങനെ അപകടമായില്ലേ? എൻ്റെ കൈ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ നിന്നെക്കുറിച്ച് ബോധവാനാണെന്ന് പറഞ്ഞാൽ. അതുപോലെ ഇന്ദ്രിയങ്ങൾ വസ്തുക്കളെക്കുറിച്ച് ബോധവാനാണ്, വസ്തുക്കൾ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ബോധവാനല്ല. അതായത് വസ്തുക്കളേക്കാൾ സൂക്ഷ്മമാണ് എന്ത്? ഇന്ദ്രിയങ്ങൾ. വസ്തുക്കളേക്കാൾ മെച്ചപ്പെട്ടത് ഇന്ദ്രിയങ്ങളെന്നർത്ഥം. ആലോചിച്ച് നോക്കൂ, വസ്തുക്കളേക്കാൾ മെച്ചപ്പെട്ടത് ഇന്ദ്രിയങ്ങളാണ്. നമ്മൾ അങ്ങനെയാണോ കരുതുന്നത്? ഓക്കെ. ഇനി നമ്മളെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സ് ബോധവാനാണ് അല്ലേ? എൻ്റെ കണ്ണും മൂക്കൊക്കെ ഉണ്ടെന്ന് എൻ്റെ മനസ്സിനറിയാം അല്ലേ? മനസ്സ് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ബോധവാനാണ്. ഇന്ദ്രിയങ്ങൾ മനസ്സിനെക്കുറിച്ച് ബോധവാനാണോ? തിരിച്ച് അല്ല. അതായത് ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സിൻ്റെ അവസ്ഥ. അപ്പോഴേ മനസ്സിനതിനെ അറിയാൻ പറ്റുള്ളൂ. വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് പോയാൽ എൻ്റെ വിവേകം അല്ലെങ്കിൽ ബുദ്ധി എൻ്റെ മനസ്സിനെക്കുറിച്ച് ബോധവാനാണ്. എൻ്റെ വിവേകശക്തിക്ക് അറിയാം എൻ്റെ മനസ്സ് ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് അപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ബുദ്ധിക്ക് മനസ്സിൻ്റെ കുറിച്ച് ബോധവാനാണ്. മനസ്സ് ബുദ്ധിയെക്കുറിച്ച് ബോധവാനാണോ? അല്ല. അപ്പോൾ മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധിയുടെ. ഇനിയും ഉള്ളിലേക്ക് പോവുക. എൻ്റെ ബോധം, കോൺഷ്യസ്നെസ്, ബുദ്ധിയെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും എല്ലാം ബോധവാനാണ്.
പക്ഷേ ഇതിൽ ഏതെങ്കിലും വസ്തുക്കൾ എൻ്റെ ബോധത്തിനെ കുറിച്ച് ബോധവാനാണോ? അല്ല. എൻ്റെ ബുദ്ധിശക്തിക്ക് എൻ്റെ ബോധത്തിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അതായത് ഏത് ലെവലിനെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കണമെങ്കിലും നമ്മൾ അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലായിരിക്കണം. അതായത് ഒരാളുടെ ആധ്യാത്മികതയെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അയാളിനേക്കാൾ ഉന്നതമായ ആധ്യാത്മികത നമുക്ക് ഉണ്ടാവണമെന്നർത്ഥം. ശാസ്ത്രം എന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രോണിനെ സ്റ്റഡി ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഈ ഇലക്ട്രോണിനേക്കാൾ സൂക്ഷ്മമല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഈ ഇലക്ട്രോണിൻ്റെ പെരുമാറ്റമായിട്ട് ഇടപെട്ട് ഇലക്ട്രോൺ വേറെ രീതിയിൽ പെരുമാറി. അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് ശാസ്ത്രം നേരിടുന്ന ഒരു പ്രശ്നം. നേരെ മറിച്ച് ഇലക്ട്രോണിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ഒരു കണിക ഉപയോഗിച്ചാണ് നമ്മൾ ഇലക്ട്രോണിനെ അളക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇലക്ട്രോണിന് മനസ്സിലാവും. ഇതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ട് ഹെയ്സൻബർഗ് എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചു. അദ്ദേഹം അതെങ്ങനെയായിരിക്കും വന്നു വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള കണികയാണോ തരംഗമാണോ എന്നുള്ള ചോദ്യമാണ് ആദ്യം വന്നത്. ഏറ്റവും ചെറിയ കണിക രൂപത്തിലാണോ പ്രകാശ രൂപത്തിലാണോ? എൻ്റെ ഫിസിക്സ് പ്രൊഫസർ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, ന്യൂട്ടൺ പറയാറുണ്ട് കണികാരൂപത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ ഘടന. ഐൻസ്റ്റീൻ പറഞ്ഞു തരംഗ രൂപത്തിലാണെന്ന്. അതിനുശേഷം ഹെയ്സൻബർഗ് വന്നു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്താ അറിയോ? നിങ്ങൾ നോക്കുമ്പോൾ കണികാരൂപത്തിലും നോക്കാത്തപ്പോൾ തരംഗരൂപത്തിലാണ് അതിൻ്റെ രൂപം. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തരംഗമായിട്ടത് കണികയായിട്ട് മാറും. അപ്പോൾ വളരെ കോംപ്ലക്സാണ്, സങ്കീർണമാണെന്ന് പറഞ്ഞത്. അതായത് നിരീക്ഷിക്കുന്ന ആളുടെ നിരീക്ഷണത്തിനനുസരിച്ചാണ് വസ്തുക്കൾ പെരുമാറുക എന്നർത്ഥം. അതായത് നമ്മളൊരാൾ ഇയാൾ ശരിയല്ല എന്ന് വിചാരിച്ചു നിൽക്കുക, എന്താ ഉണ്ടാവുക? ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നതൊക്കെ ആ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ഉറപ്പിക്കും. ഇപ്പം കണ്ടില്ലേ ആരാണ് അതിന് കാരണക്കാരൻ? ഇതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനവും സ്പീഡും ഒരുമിച്ച് അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. സ്ഥാനം അളക്കാൻ പോയാൽ സ്പീഡ് അറിയില്ല, സ്പീഡ് അളക്കാൻ പോയാൽ സ്ഥാനം അറിയില്ല. ഇതിനാണ് അദ്ദേഹം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുന്നത്? ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത സിദ്ധാന്തം, അനിശ്ചിതത്വം എന്നുള്ള തിയറി. സയൻസ് ഈ അനിശ്ചിതത്വം എന്നുള്ള തിയറിയിലാണ്. അപ്പോൾ അതിനെയാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഇപ്പം നമ്മുടെ ആധ്യാത്മിക നിലയിൽ ബ്രഹ്മാണ്ടം, പരബ്രഹ്മാണ്ടം, പ്രപന്ന, അങ്ങനെ പല അവസ്ഥകളുണ്ട്. ബ്രഹ്മാണ്ട മണ്ഡലം എന്താണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം പരബ്രഹ്മാണ്ടം എന്നുള്ള അവസ്ഥയിലായിരിക്കണം നിങ്ങൾ നിൽക്കുന്നത്. ഹാർട്ട്ഫുൾനെസ്സിലെ പല അഭ്യാസികൾക്കും അത് അറിയാം. എന്താ കാരണം? ബ്രഹ്മാണ്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ 6ാമത്തെ ചക്രമാണ്. 7ാമത്തെ ചക്രം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മാണ്ട മണ്ഡലമാണ്. 8, 9 പ്രപന്നാവസ്ഥയാണ്. 10ലേക്ക് എത്തുമ്പോൾ പ്രഭുവായി. അങ്ങനെ കേന്ദ്രമണ്ഡലം വരെ പോകണു. ഇപ്പോൾ ബ്രഹ്മാണ്ട മണ്ഡലം എന്താണെന്ന് അറിയണമെങ്കിൽ 7ാമത്തെ ചക്രത്തിലാണെങ്കിൽ ബ്രഹ്മാണ്ട മണ്ഡലം എന്താണെന്ന് അറിയാം. 8ാമത്തെ ചക്രത്തിലാണെങ്കിൽ പരബ്രഹ്മാണ്ടം എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയുള്ളൂ, വിരാട് എന്നത്. അപ്പോൾ ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള ഈ അവസ്ഥയെ എത്ര ലളിതമായ ഭാഷയിലാണ് ബാബുജി മഹാരാജ് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആലോചിച്ചു. അപ്പോൾ ഈ അനന്തമായിട്ടുള്ള യാത്രയാണ് ആധ്യാത്മിക യാത്ര എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും, അനന്തമായ യാത്രയാണെങ്കിൽ നമുക്കതിനൊരു ഉത്സാഹം കിട്ടുമോ തോന്നുന്നു. അനന്തമായ യാത്രയിലാണ് ഉത്സാഹം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ഫിക്സായി പോയാൽ നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടുകയാണ്. നിരന്തരമായിട്ടുള്ള പുരോഗതിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്.
ഇനി അദ്ദേഹം മറ്റൊരു ഉദാഹരണം പറയണത് ഈശ്വരനെക്കുറിച്ചുള്ള സമീപന രീതി ഹിന്ദുധർമ്മം അനുസരിച്ചിട്ട് സഗുണബ്രഹ്മം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്, നിർഗുണബ്രഹ്മം എന്നുള്ളൊരു വേറെ ഐഡിയ ഉണ്ട്. ദ്വൈതം അദ്വൈതം നമ്മൾ കേട്ടിട്ടില്ലേ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്ത് മാർഗ? ദ്വൈതമാണോ അദ്വൈതമാണോ? ഭക്തിക്ക് ഈശ്വരനും വേണം ഭക്തനും വേണം. അപ്പോൾ എന്തായി? ആ ദ്വൈതമായത്. ശങ്കരാചാര്യരാണ് അദ്വൈത, ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒരൊറ്റ സാധനങ്ങൾ വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം തോന്നലാണ്, മായയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ ദ്വൈതമാണോ അദ്വൈതമാണോ എന്നുള്ള ചിന്ത പ്രപഞ്ചം തുടങ്ങിയ നാൾ മുതലുണ്ട്. ദ്വൈതവാദികളായിട്ടുള്ള ആളുകളുണ്ട്, അദ്വൈതവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ തമ്മിൽ നിരന്തരം പോരാട്ടം നടക്കുന്നുണ്ട്. ബാബുജി മഹാരാജിനോട് ചോദിച്ചു, ഈശ്വരൻ ദ്വൈതമാണോ അദ്വൈതമാണോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ ദ്വൈതവുമല്ല അദ്വൈതവുമല്ല, അത് എന്താണോ അതാണെന്ന്. ഹീ ഈസ് വാട്ട് ഹീ ഈസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ സഗുണ ബ്രഹ്മമായിട്ട് പ്രത്യക്ഷപ്പെടാം. ഏത് രൂപം വേണി എടുക്കുക, ഏത് ഭാവം വേണി ഉൾക്കൊണ്ടാം ആവശ്യമുണ്ടെങ്കിൽ. അല്ലാത്ത സമയത്ത് നിർഗുണനായിട്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കും. അത് ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ ഹെയ്സൻബർഗ് തിയറി അനുസരിച്ച് എന്താണ്? ഈശ്വരൻ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ഈശ്വരനേക്കാൾ ഉന്നതമായ ലെവലിലായിരിക്കണം. ഇപ്പം മാസ്റ്ററുടെ ആന്തരിക നില എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലായിരിക്കണം ഭക്തൻ, അല്ലേ? പക്ഷെ നമ്മൾ എന്തുമാത്രം എന്താ പറയുക നിരീക്ഷണങ്ങളാണ് മഹത് വ്യക്തികളെ കുറിച്ച് നടത്തുന്നത്, അല്ലേ? ഇതിങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. കാരണം നമ്മളെ ധാരണ എന്താ വെച്ചാൽ എല്ലാത്തിനും അൾട്ടിമേറ്റ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ച് ബ്രഹ്മാണ്ഡ മണ്ഡലത്തിനെ അറിയണമെങ്കിൽ പരബ്രഹ്മാണ്ഡ മണ്ഡലത്തിലായിരിക്കണം. ഇനി എല്ലാ സ്റ്റേജുകൾസിനും കൂടി അറിഞ്ഞു സെൻറ്ററിനെ കുറിച്ച് മാത്രമാണ് എനിക്കൊരു ധാരണ ഇല്ലാത്തതെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും? സെൻറ്റർ ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കൊരു ഏകദേശം ഒരു ധാരണയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സെൻറ്ററിൽ നിങ്ങൾ സ്റ്റേബിളായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? നിർഗുണ ബ്രഹ്മം അല്ലെങ്കിൽ സഗുണ ബ്രഹ്മം എന്നുള്ള ഈ തർക്കത്തിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയത് ഏതിനാണെന്നറിയോ? സഗുണാണോ നിർഗുണാണോ? നിർഗുണ ബ്രഹ്മം എന്നുള്ള ഐഡിയയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. എന്തായാലും കാരണം അതിനാണ് കൂടുതൽ ശാസ്ത്രീയത. കാരണം എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ച് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിർഗുണ ബ്രഹ്മത്തിനാണ് കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോ അവസ്ഥയിൽ കൂടി ഇങ്ങനെ കടന്നു പോകാം. ഈ ഓരോ അവസ്ഥകളും വാസ്തവത്തിൽ ദിവ്യത്വത്തിൻ്റെ ഓരോ സവിശേഷതകളാണ്. ദിവ്യത്വം ഒരു രൂപം, ഭാവം, ഒരവസ്ഥ, അതൊക്കെയായിട്ട് നമുക്കിങ്ങനെ പ്രത്യക്ഷമാവുന്നു. പക്ഷേ യഥാർത്ഥ ദിവ്യത്വത്തിന് ഈ വക എന്തെങ്കിലും ഗുണങ്ങളുണ്ടാവും? ഇല്ല. ഉദാഹരണത്തിന് ഈശ്വരൻ, ഇപ്പോൾ സൂര്യനെ പോലെയാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുകയാണ്. സൂര്യൻ പല പല കുടങ്ങളിൽ ഇങ്ങനെ വെള്ളങ്ങളുണ്ട്. ഒന്നിൽ ചാണകവെള്ളം, ഒന്നിൽ മഷി കലക്കി വെച്ച വെള്ളം, ഒരു റെഡ് കളറുള്ള വെള്ളം. ഇതിലൊക്കെ സൂര്യൻ പ്രതിഫലിക്കുന്നു. ഒന്നിലാകുമ്പോൾ ചാണകത്തിൽ പ്രതിഫലിക്കുന്ന പോലെ ഉണ്ടാവും, മറ്റൊന്നിൽ നീല കളറിൽ പ്രതിഫലിക്കും, മറ്റൊന്നിൽ പച്ച കളറിൽ പ്രതിഫലിക്കും. ഈ കളറുകളും സൂര്യനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഈ പ്രതിഫലിക്കുന്നതിന് കാരണമായതാരാണ്? സൂര്യനാണ്. അതുപോലെ പല പല ആധ്യാത്മിക നിലകളും നമ്മളുടെ ഉള്ളിൽ വന്നു ചേരുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഹൃദയമണ്ഡലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യത്തെ പോയിന്റിൽ നമുക്ക് സംതൃപ്തി അനുഭവപ്പെടും, പിന്നെ ശാന്തി അനുഭവപ്പെടും രണ്ടാമത്തെ പോയിന്റ്, സ്നേഹം അനുഭവപ്പെടും മൂന്നാമത്തെ ചക്രത്തിൽ, ധൈര്യം അനുഭവപ്പെടും നാലാമത്തെ ചക്രത്തിൽ,
വ്യക്തത അനുഭവപ്പെടും 5-ാമത്തെ ചക്രത്തിൽ. ഇതൊക്കെ ദിവ്യത്വത്തിൻ്റെ ഗുണവിശേഷങ്ങളാണ്. പക്ഷേ ദിവ്യത്വം എന്ന് പറയുന്നത് പിന്നെയും അതിലും സൂക്ഷ്മമാണെന്ന്. അപ്പോൾ ദിവ്യത്വം പല രീതിയിൽ പല ഗുണവിശേഷങ്ങളായിട്ട് പ്രകടമാകുന്നുവെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് വേദങ്ങൾ അതിന് നേതി ഇതല്ല 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്യന്തികമായിട്ട് മുന്നേറുക. ഒരവസ്ഥയിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാതെ ഒരു ആധ്യാത്മിക ത്വരയുണ്ടാവണതിൻ്റെ ആവശ്യകതയാണ്. കാരണം വേദങ്ങൾ അത് പറയുന്നുണ്ട്, നേതി ഇതല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയിൽപ്പെട്ട ഒരു വസ്തുവിനെയും ആത്യന്തികമായിട്ടുള്ള അവസ്ഥയായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. ഈ സൃഷ്ടിയിൽ കാണുന്ന ഒരു വസ്തു കൊടുത്തിട്ട് ഇതാണ് ഈശ്വരൻ നമുക്ക് പറയാൻ സാധ്യമല്ല. എന്താ കാരണം? അത് സൃഷ്ടിക്കപ്പെട്ട ഒരാൾ ഈ സൃഷ്ടിയേക്കാൾ അതിസൂക്ഷ്മമാണെന്ന്. ഇതെല്ലാം പ്രപഞ്ച സൃഷ്ടികളാണ്, സൃഷ്ടികർത്താവ് അതിലും സൂക്ഷ്മമാണോ. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്, നിങ്ങളുടെ സൃഷ്ടികളെ സ്വയം പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് നശിപ്പിക്കുമ്പോഴാണ് ഈശ്വരൻ്റെ സൃഷ്ടിയും അദ്ദേഹത്തിനെയും നമുക്ക് മുഖാമുഖം കാണാൻ സാധിക്കുന്നതാണ്. അതിനെല്ലാം നമ്മൾ തുടങ്ങി വെച്ചത് തുടക്കം. അപ്പോൾ ഇനി സഗുണബ്രഹ്മം ആരാധനാ രീതി എന്ന് പറഞ്ഞാൽ അത് താരതമ്യേന വളരെ എളുപ്പമാണ്. കാരണം ഒരു ഇഷ്ടദേവത, ചിലർക്ക് ശിവനാവും, ചിലർക്ക് ലക്ഷ്മിയാവാം, അല്ലെങ്കിൽ വിഷ്ണു ആവാം. ആ ഇഷ്ടദേവതയിൽ നമ്മുടെ മനസ്സ് ഫിക്സ് ചെയ്യുക വേണ്ടു. എന്തിനെങ്കിലും മനസ്സ് ഫിക്സ് ചെയ്താൽ നമുക്കൊന്ന് സെറ്റിലായി നമ്മൾ. അതാണ് സഗുണബ്രഹ്മ ആരാധന എന്ന് പറയും. എല്ലാവർക്കും ഓരോ ഇഷ്ടദേവത ഉണ്ടാവും. പിന്നെ വീട്ടിൽ കുടുംബ ദേവത വേറെ ഉണ്ടാവും, ചില ഇല്ലേ, കുടുംബക്ഷേത്രം ഉണ്ടാവും. വളരെ എളുപ്പമാണത്. പക്ഷെ എന്താ അതിൻ്റെ പ്രോബ്ലം? അതിൻ്റെ പ്രോബ്ലം നമ്മൾ അതിൽ തന്നെ മുഴുകി പോകും, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. നേതി എന്നുള്ള സംഗതി ഇല്ലേ അവിടെ. ആത്യന്തികമായിട്ട് നേതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദങ്ങൾ. പക്ഷെ നമ്മളിവിടെ ഫിക്സ് ചെയ്തു എന്താണ്? എൻ്റെ ഇഷ്ടദേവതയിൽ ഞാൻ ഇഷ്ടദേവതയോട് ഭക്തി, സ്നേഹം, വിശ്വാസമായിട്ട് ഞാൻ അവിടെ നിന്ന് തിന്നു. ഈ വിശ്വാസ പ്രമാണങ്ങളാണെന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ലേ? അപ്പോൾ അതാണ് സഗുണവും നിർഗുണവും ആ അപ്രോച്ച് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ബാബുജി മഹാരാജ് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും ഫിക്സ് ചെയ്തിരിക്കണം. പറയില്ലേ, എന്തായിരിക്കണം ലക്ഷ്യം? ഈശ്വരനുമായുള്ള പൂർണ്ണ വേഗത്വമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കുകയും അരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടദേവതയെ ലക്ഷ്യമായിട്ടെടുക്കാൻ താരതമ്യേന വളരെ എളുപ്പമാണ്. ഗോൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ആധ്യാത്മികയിൽ നിങ്ങളുടെ ഗോൾ എന്താണ്? ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കില്ല. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനുമായിട്ടുള്ള സമുന്നയം, അല്ലെങ്കിൽ കേന്ദ്രത്തിന് നേരെയുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു പിടികിട്ടില്ല അത്. കാരണം എന്താ? അത് പിടികിട്ടണമെങ്കിൽ അതിനേക്കാൾ സൂക്ഷ്മാവസ്ഥയിലായിരിക്കും. നമുക്കത് ലക്ഷ്യമായിട്ട് എടുക്കാമെന്നേ ഉള്ളൂ. നമുക്കതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ സാധ്യമല്ല. അപ്പോൾ മാത്തമാറ്റിക്സിൽ എക്സ് എന്ന് പറയണ പോലെ അത് മാത്തമാറ്റിക്സിൽ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുക? നമ്മൾ എക്സ് ആണ് സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു, സങ്കല്പിക്കുന്നു, എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുന്ന പോലെയാണ്. അതുപോലെയാണ് ആധ്യാത്മിക യാത്ര. അപ്പോൾ മാസ്റ്റർ പറയണത്, അപ്പോൾ ഇതിൽ ഏറ്റവും അപ്പോൾ നമ്മൾക്കൊരു ഇഷ്ടദേവത എന്നുള്ളൊരു അപ്രോച്ച് ഉണ്ട് നമുക്ക്. അതായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞേ. അപ്പോൾ എന്നാൽ ആധ്യാത്മികത സഗുണമായാലും നിർഗുണമായാലും ഭക്തിയെക്കുറിച്ച് ഉദാത്തമായ സങ്കല്പമാണ് രണ്ടിലും. അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തിലും ദ്വൈത സിദ്ധാന്തത്തിലും ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആധ്യാത്മികതല സ്വീകരിക്കാനുള്ള ഉദാത്തമായിട്ടുള്ളൊരു മനോഭാവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാബുജി മഹാരാജ് പറയണത്, അപ്പോൾ നിങ്ങളുടെ ആരാധനാപാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത ഒരു സദ്ഗുരുവാണെന്ന് വിചാരിക്കുക. ജീവിച്ചിരിക്കുന്ന ഉദാത്തമായിട്ടുള്ള ഒരു ഗുരുവാണ് നിങ്ങളുടെ ഇഷ്ടദേവത എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അദ്ദേഹത്തിനോടാണ് സ്നേഹവും ഭക്തിയും വിശ്വാസവും നിങ്ങൾ അർപ്പിക്കണമെങ്കിൽ
അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് സഗുണമായിട്ടുള്ള അപ്രോച്ചാണ്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗുണമുള്ള ആളാണ് അല്ലേ, സഗുണ അപ്രോച്ചാണത്. പക്ഷേ അതിൽ നിന്നുണ്ടാവണ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നിർഗുണാവസ്ഥയാണ്. എന്താ കാരണം? ഓരോരോ കണ്ടീഷൻസ് അദ്ദേഹം നമുക്ക് പ്രദാനം ചെയ്യും. ഓരോ സ്റ്റേജിലൂടെ നമ്മളിങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഓരോ ആധ്യാത്മിക നില നമുക്ക് തരുമ്പോഴും നമ്മുടെ ഭക്തി വർദ്ധിക്കുന്നു. പക്ഷേ ഗുരുവുമായിട്ടുള്ള സ്നേഹവും ഭക്തി വിശ്വാസം എന്നുള്ള ഭക്തി എന്നുള്ള ഘടകമാണ് നമ്മുടെ ആധ്യാത്മിക നില പിടിച്ചു നിർത്താനും ഉന്നതമായ ആധ്യാത്മിക നിലയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ബോണ്ട്. ഇപ്പോൾ ഗുരുവിനെ നമ്മൾ ആരാധനാപാത്രമായിട്ടെടുത്ത് അദ്ദേഹത്തിനോട് സ്നേഹവും ഭക്തിയും വിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിൽ ധ്യാനം, ഹാർട്ട്ഫുൾനെസ് രീതി പരിശീലിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രാണാഹുതി അല്ലെങ്കിൽ ഡിവൈൻ ട്രാൻസ്മിഷൻ അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ ഈ സ്നേഹം ഭക്തി വിശ്വാസം എന്നുള്ള ആ ബോണ്ട് ഉപയോഗിച്ച് അത് വളരെ ശക്തമായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളെ അനന്തതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണത് സഗുണമായിട്ടുള്ളൊരു അപ്രോച്ചാണ്. പക്ഷേ അതിൽ നിന്നുണ്ടാവുന്ന ഫലം നിർഗുണമായിട്ടുള്ള. അതുകൊണ്ടാണ് എല്ലാ മഹാവാക്യങ്ങളിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മഹാവാക്യം എന്താണ്? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതാണ് ഏറ്റവും മഹത്തായ ആത്മവാക്യം. ഗുരു ബ്രഹ്മവും വിഷ്ണുവും ശിവനും ഒക്കെ അതീതമായിട്ടുള്ള പരബ്രഹ്മമാണ് ഗുരു എന്നുള്ള സങ്കല്പം കൊണ്ടുവരാൻ കാരണം എന്താ? സഗുണമായിട്ടുള്ള അപ്രോച്ച്, നിർഗുണമായിട്ടുള്ള ഫലം. ഗുരുവിനോടുള്ള സ്നേഹവും ഭക്തിയും വിശ്വാസവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തി നമുക്ക് കൈവരിക്കാൻ ഉതകുന്നത് അത് മാത്രമാണ്. താങ്ക് യു.